അല്ല നമ്മള് സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. നമ്മളൊന്ന് രാത്രിയൊക്കെ ടൊവി പറഞ്ഞാൽ ടൊവിയുടെ ഹോസ്റ്റലിലേക്ക് നമ്മൾ ചെന്നിട്ട് നമ്മൾ സിനിമകൾ കാണും, പഴയ സിനിമകൾ കാണും. ഇപ്പോൾ ഐ.വി. ശശി സാറിന്റെ സിനിമ തൊട്ട് പലതും കണ്ടിരുന്നു, ഞാൻ കണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ മറവത്തൂർ കനവ്, നരൻ, അങ്ങനത്തെ കുറേ സിനിമകൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്, ഞങ്ങൾ ചർച്ചയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഈ ലുക്ക് ഞങ്ങൾ 2019 നമ്മൾ അനൗൺസ് ചെയ്തപ്പോഴും ഈ ലുക്ക് കിട്ടണം. അപ്പൊ അന്ന് തൊട്ടേ ഈ ലുക്കിലേക്ക് നമ്മുടെ ചട്ടമ്പി കിട്ടണം എന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് തീരുമാനിച്ചിരുന്നു. അപ്പോൾ അത് ടൊവി ഈ പറഞ്ഞ പോലെ ലാസ്റ്റത്തെ സിനിമയുടെ ഷൂട്ടും കഴിഞ്ഞ് കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് മുടിയൊക്കെ മീശയൊക്കെ വളർത്തിയിട്ടാണ് നമ്മൾ ഫൈനലി തലമുടി വെട്ടുന്നതിന് മുന്നേ റെഡി അടിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തലമുടി അതേപോലെ പറ്റ വെട്ടിച്ചത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഞങ്ങൾ കണ്ട കാലഘട്ടത്തിൽ, ഇപ്പൊ ഞാനും സുരേഷ് ചേട്ടനൊക്കെ എഴുതിയ കാലഘട്ടത്തിൽ നമ്മളൊരു ചട്ടമ്പി എന്ന് പറയുമ്പോൾ അതിന് അങ്ങനത്തെ ഒരു ലുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മറവത്തൂർ കനവ് മാത്രമല്ല, നമുക്ക് ഒരുപാട് സിനിമകളുടെ റെഫറൻസുകൾ ഞങ്ങളുടെ കയ്യിലും ഉണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് അന്ന് വരപ്പിച്ച ഇമേജിലോട്ട് ഞങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു. ആ സിനിമ മാത്രമല്ല, ഒരുപാട് സിനിമകളെ ഇൻസ്പയർ ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഞാനും അല്ല നിങ്ങൾ പോലും ആ കാലഘട്ടത്തെ ഒരുപാടൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മളുടെ പേരൻസിനോട് ചോദിച്ചാൽ പോലും അവർക്കൊരു പെർട്ടിക്കുലർ അവർ ആ സമയത്ത് ജനിച്ചിട്ടേ ഉണ്ടാവുള്ളൂ, അപ്പൊ അവർക്ക് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കണ്ട സിനിമകളും ഇവരോടൊക്കെയുള്ള ചർച്ചയും സുരേഷ് ചേട്ടനുമായിട്ടൊക്കെ കോർത്തിണക്കിയിട്ടാണ് ആ ലുക്കിലേക്ക് വന്നത്. ആ സിനിമ മാത്രമല്ല, പഴയകാലം റെഫർ ചെയ്യുന്ന എല്ലാ സിനിമകളും ഞങ്ങളുടെ റെഫറൻസിലുള്ളത്.